ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ ഇന്ന് നമുക്ക് മുരിങ്ങയ്ക്ക തോരൻ ഉണ്ടാക്കിയാലോ. തോരൻ വെക്കാനുള്ള മുരിങ്ങയ്ക്കയൊക്കെ നല്ല തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കൊണ്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ 2 പീസാക്കി കീറിയെടുക്കുക ഇത്. അപ്പോൾ കഴുകിയെടുത്ത് മുരിങ്ങയ്ക്കെല്ലാം ഇതുപോലെ 2 പീസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി തോരനിടാനായിട്ടൊരു സവാള അരിഞ്ഞതെടുത്തിട്ടുണ്ട്. മുരിങ്ങയ്ക്ക വേവിച്ചെടുക്കാനായിട്ട് ഒരു പാനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടെ ഒന്ന് ഇളക്കി വെച്ചിട്ട് ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോഴും മുരിങ്ങയ്ക്കൊക്കെ നല്ലപോലെ തിളച്ചൊന്ന് വേവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഇതൊന്നും കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ വെള്ളമൊക്കെ അങ്ങ് പറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കയുടെ വെള്ളമെല്ലാം പറ്റി നല്ലപോലെ മുരിങ്ങയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തോരന് ചതയ്ക്കാനുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് എരിക്ക് ആവശ്യമായ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി, ചുമന്നുള്ളിയും വെളുത്തുള്ളിയും അല്പം ജീരകവും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം. തോരനുള്ള അരപ്പൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വെക്കാനുള്ള ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ചൂടായി വന്നതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുവൊക്കെ പൊട്ടി തുടങ്ങുമ്പോൾ ഒരു വറ്റൽ മുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് സവാള അരിഞ്ഞു വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. ഈ സവാള നല്ലോണം വഴറ്റിയെടുക്കാം. സവാള വഴറ്റുന്ന സമയത്ത് അരപ്പിന് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് ആവി കയറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അരപ്പിലേക്ക് ഇച്ചിരി ആവി കയറാൻ വേണ്ടി ഒരു ശകലം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അരപ്പിൻ്റെ വെള്ളമൊക്കെ വറ്റി ആ അരപ്പിന് ആവിയൊക്കെ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എടുത്തു വെച്ചേക്കുന്ന മുരിങ്ങയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരപ്പും മുരിങ്ങയ്ക്കയും കൂടെ ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ മുരിങ്ങയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.